ഹായ് ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ചെസ് സ്റ്റാറായി മാറിയ ഗുകേഷിൻ്റെ മറ്റൊരു തകർപ്പൻ പ്രകടനമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് 2022 ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഗുകേഷ് 8 ഔട്ട് ഓഫ് 8 വിന്നിംഗ് സ്ട്രീക്ക് നടത്തിയിരുന്നു. അതിലെ ഒരു ഗെയിമാണ് ഇത്. ഗുകേഷിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഗെയിംസിൽ ഒരെണ്ണമാണ്. നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ഗുകേഷ്. പോൺ D4 കളിച്ച് ബ്ലാക്ക് ഇവിടെ പോൺ D5 കളിക്കുന്നു. ബ്ലാക്ക് എടുത്തിരിക്കുന്നത് ഗബ്രിയേൽ സർഗീസിയാണ്. ഇവിടെ പോൺ C4 കളിക്കുന്നു ഗുകേഷ്. പോൺ E6, നൈറ്റ് F3, നൈറ്റ് F6. ഇത് ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ്. ഇവിടെ നൈറ്റ് C3 വരുമ്പോൾ ബിഷപ്പ് B4. ഇതാണ് റഗോസിൻ വേരിയേഷൻ. ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡിലെ റഗോസിൻ ഡിഫൻസ്. ഓക്കെ, ഇവിടെ വരുന്നു ക്വീൻ A4 ചെക്ക്. അതിനുശേഷം നൈറ്റ് C6. ആ ഒരു നൈറ്റ് C6 ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്വീൻ ഇവിടെ ചെക്ക് കൊടുത്തത്. കാരണം അത് സി പോണിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ പോൺ E3ലേക്ക് വരുന്നു. അപ്പോൾ കാസ്ലിംഗ് കിങ് സൈഡ്. ബിഷപ്പ് D2. ആ ഒരു നൈറ്റിനെ ബിഷപ്പ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ബിഷപ്പ് ടേക്സ് നൈറ്റ് കളിച്ചുകൊണ്ട് ഈ ഒരു പോൺ സ്ട്രക്ചർ വീക്കൻ ചെയ്യാൻ ബ്ലാക്കിന് സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം പോൺ ടേക്സ് പോൺ വരുന്നു. ഇവിടെ ബിഷപ്പ് ടേക്സ് പോൺ കളിച്ചപ്പോൾ ആ ഒരു ബിഷപ്പിനെ തിരിച്ചു വലിക്കുകയാണ്. ബിഷപ്പ് D6. ഇനി പിന്നീട് ഈ ഒരു പോൺ പുഷിനൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യും. അത് മാത്രമല്ല ഈ ഒരു ഡയഗണൽ അത് കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ഗുകേഷ് തൻ്റെ ക്വീനെ തിരിച്ചെടുക്കുകയാണ്. ക്വീൻ C2. അപ്പോൾ പോൺ E5 സെൻട്രൽ ബ്രേക്ക്. പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ, നൈറ്റിൽ അറ്റാക്ക്. ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പോൺ ടേക്സ് നൈറ്റ് കളിച്ചാൽ ഇവിടെ കിങ് സൈഡ് വീക്ക് ആവും അല്ലേ. എന്നാൽ ഇവിടെ അതേപോലെ ഈ ഒരു ബിഷപ്പിൽ നൈറ്റ് അറ്റാക്ക് ഉണ്ട്. ഈ ഒരു ബിഷപ്പിനെ മാറ്റുകയും വേണം. ഇവിടെ ഗുകേഷ് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു മൂവാണ് കളിക്കുന്നത്. ഇവിടെ ബിഷപ്പ് E2ലേക്ക് വരുന്നു. ഓക്കെ, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ നൈറ്റ് ടേക്സ് നൈറ്റ് കളിക്കുകയാണെങ്കിൽ ബിഷപ്പ് ടേക്സ് നൈറ്റ് കളിക്കും അല്ലേ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ബ്ലാക്ക് ഇവിടെ നൈറ്റ് ടേക്സ് നൈറ്റ് കളിക്കുന്നു. ഇത് ഗുകേഷ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിഷപ്പിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. കാരണം ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടെ നൈറ്റ് ടേക്സ് നൈറ്റ് കളിക്കുമ്പോൾ ഗുകേഷ് ഈ ഒരു ബിഷപ്പിനെ കൊണ്ട് വെട്ടും. അതിനാണല്ലോ ബിഷപ്പിനെ തിരിച്ച് ഈ ഒരു സ്ക്വയറിൽ കൊണ്ടുവന്നത്. എന്നാൽ ബ്ലാക്കിനെ ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ പോൺ ടേക്സ് നൈറ്റാണ് ഗുകേഷ് കളിക്കുന്നത്. കാരണം ഇവിടെ ഇനി കാസ്ലിംഗ് നടത്താൻ സാധിക്കില്ലെങ്കിലും ഇവിടെ ഗുകേഷിന് ഒരു ഓപ്പൺ ഫയൽ കിട്ടിയിരിക്കുകയാണ് തൻ്റെ റൂക്ക് ഉപയോഗിച്ച് അറ്റാക്ക് നടത്താൻ. ഇനി ഗുകേഷിന് എന്തായാലും കിങ് സൈഡ് കാസ്ലിംഗ് നടത്താൻ പറ്റില്ല. ക്വീൻ സൈഡ് കാസ്ലിംഗ് നടത്തേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഇവിടെ സേഫ് അല്ല. അത് മനസ്സിലാക്കിയ ബ്ലാക്ക് ഉടനെ ക്വീൻ സൈഡിൽ അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പോൺ A6 കളിച്ചുകൊണ്ട്. ഇനി പോൺ B5 വരും. പോൺ സ്റ്റോപ്പ് നടത്തി ക്വീൻ സൈഡിൽ അറ്റാക്ക്. എന്നാൽ അതൊട്ടും വകവെക്കാതെ ക്വീൻ സൈഡ് കാസ്ലിങ്ങിന് പോവുകയാണ് ഗുകേഷ്. ഉടൻ വരുന്നു പോൺ B5. റൂക്ക് G1ലേക്ക് മാറുന്നു. ഇവിടെ ആ ഒരു ഓപ്പൺ ഫയൽ. പോൺ B4 നൈറ്റിൽ അറ്റാക്ക്. നൈറ്റ് E4ലേക്ക് മാറുന്നു. അപ്പോൾ നൈറ്റ് ടേക്സ് നൈറ്റ്, പോൺ ടേക്സ് നൈറ്റ്. ക്വീൻ E7. ഈ ഒരു പോണിൽ കൂടുതൽ പ്രഷർ. ഇവിടെ വരുന്നു പോൺ F4. കിങ് സൈഡ് പോൺ സ്റ്റോം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗുകേഷ്. നമുക്ക് നോക്കാം. പോൺ A5. ബ്ലാക്കും ഇവിടെ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോൺ സ്റ്റോം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര് വിജയിക്കും ഈ ഒരു ഗെയിമിൽ, ഈ ഒരു അറ്റാക്കിൽ? പോൺ E5. ബിഷപ്പിൽ അറ്റാക്ക്. ബിഷപ്പിന് ആകെ ഒരു സ്ക്വയറാണ് മാറാനുള്ളത്. ബിഷപ്പ് C5ലേക്ക് മാറുന്നു. അപ്പോൾ റൂക്ക് G5. ഒരു റൂക്ക് ലിഫ്റ്റ്. ഇനി റൂക്കിനെ ഡബിൾ ചെയ്യാം. അതേപോലെ ഇവിടെ പോണിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു റൂക്ക് ഇവിടെ ബിഷപ്പിൽ അറ്റാക്ക് ചെയ്യും. ഇവിടെ വരുന്നു ബിഷപ്പ് A6. ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ. എന്നാൽ ഈ ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് റൂക്ക് G1ലേക്ക് വരികയാണ്. റൂക്കിനെ ഡബിൾ ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ബിഷപ്പ് ടെക്സ് ബിഷപ്പ് കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ റൂക്ക് ടെക്സ് പോൺ ചെക്ക് വരും. അത് ചെക്ക് മേറ്റ് ആവും. കാരണം ഇവിടെ ബിഷപ്പ് ടെക്സ് ബിഷപ്പ് കളിക്കുകയാണെങ്കിൽ റൂക്ക് ടെക്സ് പോൺ ചെക്ക്. കിങ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ക്വീൻ ടെക്സ് പോൺ ചെക്ക് മേറ്റ് വരും. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ വെച്ച് G6 ആണ് ബ്ലാക്ക് കളിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ അറ്റാക്കും അവിടെ നിന്ന് മാറ്റുന്നു. അപ്പോൾ ഗുകേഷ് ഇവിടെ ആദ്യം ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ബിഷപ്പ് ടെക്സ് ബിഷപ്പ്, റൂക്ക് ടെക്സ് ബിഷപ്പ്. അപ്പോൾ പോൺ F5. മുന്നോട്ടേക്ക് തന്നെ പോണിനെ നീക്കിക്കൊണ്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്വീൻ ടെക്സ് പോൺ ഇവിടെ സാധ്യമല്ല. കാരണം ക്വീൻ ടെക്സ് പോൺ കളിച്ചാൽ ഉടൻ വരും പോണിനെ മാറ്റിക്കൊണ്ട് ക്വീനിൽ അറ്റാക്ക്. ഇവിടെ ക്വീൻ മാറിക്കഴിഞ്ഞാൽ റൂക്ക് ടെക്സ് ബിഷപ്പ്. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ വെച്ച് പോൺ F5 കളിച്ചപ്പോൾ ബിഷപ്പ് A7ലേക്ക് മാറുകയാണ്. ബിഷപ്പ്
ഈ ഒരു റൂക്കിൻ്റെ അറ്റാക്കിൽ നിന്നും മാറുകയാണ്. അപ്പോൾ വരുന്നു പോൺ E6. ഇവിടെ കിങ് H8ലേക്ക് മാറുന്നു. കാരണം പിന്നീട് ഈ ഒരു പോണിനെയൊക്കെ വെട്ടാം. ഈ ഒരു ചെക്കിൽ നിന്നും മാറുന്നു. ഇവിടെ കിങ് B1ലേക്ക് ആദ്യം ഗുകേഷ് സേഫായി കിങ്ങിനെ മാറ്റുന്നു. കാരണം പിന്നീട് ഇവിടെ ഇങ്ങനെയുള്ള ഒരു പിൻ ചെയ്യുന്ന മൂവ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ള ത്രെട്ട് ഇല്ലെങ്കിലും ഫ്യൂച്ചറിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ആദ്യമേ കിങ്ങിനെ ഒന്ന് മാറ്റുന്നു. ഈ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്ക് ഇവിടെ പോൺ ടേക്സ് പോൺ കളിക്കുന്നു. കാരണം ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പോൺ വീക്ക് ആവുകയാണ്. പോൺ ടേക്സ് പോൺ കളിക്കുമ്പോൾ പിന്നീട് ഈ ഒരു പോണിനെയും വെട്ടിമാറ്റാം. ഇവിടെ പോൺ ടേക്സ് പോൺ കളിച്ചതോടുകൂടി പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ ഒരു ഫയൽ ഓപ്പൺ ആവുകയാണ്. ഓക്കെ. അല്ലെങ്കിലും തിരിച്ച് ഈ ഒരു പോണിനെ വെട്ടിക്കൊണ്ട് ഗുകേഷിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പോണിനെ വെട്ടിമാറ്റിയിരിക്കുകയാണ്. ഇത് അതേപോലെ വീക്കായിരിക്കുകയാണ്. ഈ ഒരു പോണിനെ എപ്പോൾ വേണമെങ്കിലും വെട്ടാൻ സാധിക്കും. എന്നാൽ ഇവിടെ ബ്ലാക്കിനെ ഞെട്ടിച്ചുകൊണ്ട് ഗുകേഷിൻ്റെ തകർപ്പൻ മൂവ് വരികയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നോക്കാം. ഗുകേഷിൻ്റെ നെക്സ്റ്റ് മൂവ്. റെഡി? ഇവിടെ ഗുകേഷ് പോൺ ടേക്സ് പോൺ ആണോ കളിക്കുക, അല്ലെങ്കിൽ റൂക്ക് ടേക്സ് പോൺ ആണോ, അല്ലെങ്കിൽ ക്വീൻ ടേക്സ് പോൺ ആണോ കളിക്കുക, അല്ലെങ്കിൽ മറ്റു വല്ല മൂവുകളാണോ കളിക്കുക? നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ എന്ത് മൂവായിരിക്കും കളിക്കുക? ഇവിടെ ബ്ലാക്കിനെ ഞെട്ടിച്ചുകൊണ്ട് ഗുകേഷിൻ്റെ തകർപ്പൻ മൂവ് വരികയാണ്. യെസ്, ബിഷപ്പ് ടേക്സ് പോൺ, ബിഷപ്പ് സാക്രിഫൈസ്. എന്തിനാണ് ഇവിടെ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തത്? അതൊരു ക്ലിയർ ആൻഡ് സാക്രിഫൈസ് ആയിരുന്നു. ഇവിടെ ബിഷപ്പ് ഈ ഒരു ക്വീനിൻ്റെ ലൈൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റിയപ്പോൾ ഇനി ക്വീനിന് ഇവിടെ G5 അറ്റാക്കിൽ ജോയിൻ ചെയ്യാം. അലക്കൈൻ ഗൺ. ഓക്കെ, ഈ ഒരു ഫോർമേഷന് പറയുന്നതാണ് അലക്കൈൻ ഗൺ, അയോക്കിൻ ഗൺ എന്നൊക്കെ പറയും. പഴയൊരു പ്ലെയറിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ക്വീൻ ടേക്സ് ബിഷപ്പ് വരുന്നു. അപ്പോൾ ക്വീൻ G2 നമുക്ക് കാണാം. വളരെ സ്ട്രോങ് അറ്റാക്ക്. റൂക്ക് ക്വീൻ റൂക്ക് കോമ്പിനേഷൻ. ഇവിടെ ഒരു ചെക്ക് മേറ്റിനുള്ള ത്രെട്ട് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ക്വീനെ എലിമിനേറ്റ് ചെയ്യണം. അതുകൊണ്ട് ക്വീൻ E4 കളിച്ചുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. അതേപോലെ ക്വീനിൽ അറ്റാക്ക്. ഇവിടെ ഗുകേഷ് ക്വീൻ ടേക്സ് ക്വീൻ, പോൺ ടേക്സ് ക്വീൻ. എന്നാൽ അടുത്ത മൂവ് പ്ലാൻ ചെയ്തതുപോലെ വരികയാണ്. ഗുകേഷിൻ്റെ ഐഡിയ ഇവിടെയാണ് വർക്കൗട്ട് ആവുന്നത്. ആ ഒരു ബിഷപ്പ് സാക്രിഫൈസ് ചെയ്തത്. പോൺ E7, റൂക്കിൽ അറ്റാക്ക്. റൂക്ക് മാറുന്നു E8ലേക്ക്. അപ്പോൾ റൂക്ക് G8 ചെക്ക്, റൂക്ക് ടേക്സ് റൂക്ക്, റൂക്ക് ടേക്സ് റൂക്ക്, കിങ് ടേക്സ് റൂക്ക്. അപ്പോൾ ക്വീൻ പോൺ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ക്വീനായി മാറിക്കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു ഗെയിമിൽ പോണിനെ മാറ്റി ക്വീനാക്കുകയാണ് ഗുകേഷ്. ഇവിടെ ഒരു ബിഷപ്പും ഒരു റൂക്കിന് പകരം ഒരു ആക്റ്റീവായിട്ടുള്ള ക്വീൻ കിട്ടിയിരിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് കളി വിജയിക്കാം. എല്ലാ പോണുകളെയും വെട്ടിമാറ്റിക്കൊണ്ട് ചെക്ക് കൊടുത്തുകൊണ്ട് സിമ്പിളായി ഗുകേഷിന് ജയിക്കാൻ സാധിക്കും. നമുക്ക് ഓടിച്ച് നോക്കാം എന്താണ് ഇവിടെ ഗെയിമിൽ സംഭവിച്ചതെന്ന്. ഇവിടെ ചെക്ക് കൊടുക്കുന്നു, കിങ് മാറുന്നു, വീണ്ടും ചെക്ക്, റൂക്ക് കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു, വീണ്ടും ചെക്ക്, റൂക്ക് കൊണ്ട് വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പോണിനെ വെട്ടുന്നു. അതിനുശേഷം തിരിച്ചൊരു ചെക്ക് വരുന്നു, കിങ് മാറുന്നു, വീണ്ടും ചെക്ക്, കിങ് സേഫായി മാറുന്നു. ക്വീനിൽ അറ്റാക്ക് ബിഷപ്പ് കൊണ്ട്, ഉടനെ ക്വീനും കൊണ്ട് ചെക്ക്, കിങ് മാറുന്നു. അപ്പോൾ വീണ്ടും ഒരു ചെക്ക്, കിങ് മാറുന്നു, പോണിനെ വെട്ടുന്നു, റൂക്ക് മാറി പോണിൽ അറ്റാക്ക്. എന്നാൽ ക്വീൻ ടേക്സ് പോൺ. ഓരോ പോണുകളെയായി ക്വീൻ ഇവിടെ ബോർഡിൽ നിന്നും തുടച്ചു മാറ്റുകയാണ്. കിങ് മാറുന്നു. അപ്പോൾ ക്വീൻ ഇവിടെ വീണ്ടും B4ൽ വന്നുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഈ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ്. കാരണം എന്താണ്? ഇവിടെ എവിടെ മാറിയാലും, ഇങ്ങോട്ട് മാറിയാലും ഇങ്ങോട്ട് മാറിയാലും ഈ ഒരു പൊസിഷനിലേക്ക് മാറിയാലും ഇവിടെ ബ്ലാക്കിന് റൂക്കിന് നഷ്ടമാകും. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്വീൻ വന്നുകൊണ്ട് ചെക്ക് കൊടുക്കും ആൻഡ് ഫോർക്ക്. ഓക്കെ, റൂക്കിനെ വെട്ടാം. ഇവിടെ ഏത് സ്ക്വയറിൽ മാറിക്കഴിഞ്ഞാലും ഇവിടെ ക്വീൻ ഈ ഒരു ഡയറക്ഷനിൽ വന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ വെട്ടാം. ഇനി ഈ ഒരു ബിഷപ്പിനെ പോണ് കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ക്വീൻ ടേക്സ് ബിഷപ്പും വരും. അങ്ങനെ വളരെ ക്ലിയർ അഡ്വാൻറ്റേജ്. കൂടുതൽ പോണുകൾ ക്വീൻ ബോർഡിൽ, ബ്ലാക്കിന് ആകെയുള്ളത് റൂക്ക്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ക്വീൻ B4 ചെക്ക് വന്നപ്പോൾ ഇവിടെ ഗെയിം റിസൈൻ ചെയ്യുകയാണ്. എന്തായാലും എല്ലാവർക്കും ഈ ഒരു ബിഷപ്പ് സാക്രിഫൈസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം ആ പൊസിഷനിൽ വെച്ച്
ഇവിടെ പോൺ ടേക്സ് പോൺ വന്നപ്പോൾ ഗുകേഷിൻ്റെ ബിഷപ്പ് സാക്രിഫൈസ്, ബിഷപ്പ് ടേക്സ് പോൺ. അതിനുശേഷം ഇവിടെ ക്വീൻ ടേക്സ് ബിഷപ്പ്, അപ്പോൾ ക്വീന് വീണ്ടും വരുന്നു, ക്വീൻ എക്സ്ചേഞ്ച് നടക്കുന്നു. അതിനുശേഷം പോൺ പ്രൊമോഷൻ, ഇവിടെ റൂക്ക് കൊണ്ട് ചെക്ക്, റൂക്ക് കൊണ്ട് വീണ്ടും ചെക്ക്, ശേഷം പോണിനെ ക്വീനാക്കി മാറ്റുന്നു. എന്തായാലും ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇന്ത്യയുടെ ചെസ് സെൻസേഷനായി മാറിയ ഗുകേഷിൻ്റെ മറ്റൊരു അറ്റാക്കിംഗ് ഗെയിമാണ് നമ്മൾ കണ്ടത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.